ഹലോ. അപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സും അതുപോലെ തന്നെ മരുന്നുകളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മെഡിസിൻ കഴിക്കുന്നത് നമുക്ക് രോഗം വന്നതിന് ശേഷമുള്ള ചികിത്സയ്ക്കായിട്ടാണ് അല്ലേ മെഡിസിൻ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് എന്തിനാണ് കഴിക്കുന്നത് വെച്ചാൽ നമ്മൾ രോഗം വരുന്നതിനെ തടയാൻ പ്രതിരോധശേഷി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, അതാണ് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം. ഇപ്പോൾ വെയിലാണല്ലേ, നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും ഒന്നും ചെയ്യാറില്ല, എന്നാലും നമ്മളുടെ സൗന്ദര്യം ആഗ്രഹിക്കുന്നവർ, സംരക്ഷിക്കുന്നവർ സൺസ്ക്രീം ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് ഒഴിവാക്കാനാവാത്ത ഒരു ഫുഡാണ്. അത് മസ്റ്റായിട്ടും എല്ലാവരും ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു റിസൾട്ട് പറയാം കേട്ടോ, ചെറുതല്ല വലുതായിട്ടുള്ളൊരു റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരു ചേച്ചി, അപ്പോൾ ചേച്ചി നല്ല അടിപൊളിയായിട്ടൊരു വീഴ്ച വീണു ഈ ഇടയ്ക്ക്, ഒരു 5-6 മാസം മുമ്പ്. അപ്പോൾ അവർ പല ഡോക്ടർമാരെ കാണിച്ചു, ഉഴിച്ചിൽ കഴിച്ചു, അതുപോലെ തന്നെ നല്ല ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. പക്ഷേ എല്ലാവരുടെയും പോയി എല്ലാവരും മരുന്നൊക്കെ കൊടുത്തു, മാറുന്നില്ല. അല്പം ഭേദവും പിന്നെയും വരും. അപ്പോൾ അങ്ങനെ ഇവർ മൈസൂരുള്ള ഒരു ഡോക്ടറെ പോയി കണ്ടു അത്രേ. അപ്പോൾ പോയി കണ്ടപ്പോൾ അത് ആയുർവേദമാണ്. അപ്പോൾ ഉഴിച്ചിലൊക്കെ കഴിഞ്ഞ് കുറച്ച് മരുന്നുകൾ കഴിക്കാൻ കൊടുത്തു. അപ്പോൾ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഈ സപ്ലിമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം കൊടുത്തത് എന്താ വെച്ചാൽ നമ്മളുടെ സപ്ലിമെൻറ്റ്സ് രൂപത്തിലുള്ള മരുന്നുകളാണ് ഇവർ കൊടുത്തത്. അപ്പോൾ ചേച്ചിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഇവർ നമ്മളുടെ കയ്യിലുള്ള സപ്ലിമെൻറ്റ്സ് ആൾക്ക് എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു അത്രേ, ഇത് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ആണിത്, അപ്പോൾ നിങ്ങളിത് തന്നെ കഴിച്ചാൽ മതി. പക്ഷേ അപ്പോൾ ഈ വീഴ്ചയിൽ ആൾക്ക് പറ്റിയത് എന്താ വെച്ചാൽ, ഇപ്പോൾ കുറേ ഡോക്ടർമാരത്തൊക്കെ പോയി അവർക്കൊന്നും സംഭവം എന്താണെന്ന് അറിയില്ല, പക്ഷേ അവർ ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഭേദമാവണമില്ല. അപ്പോൾ അവസാനം നമ്മളിങ്ങനെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ആരാണ് എന്താണ് പറയണത് വെച്ചാൽ അവിടേക്ക് പോകുമല്ലോ. അപ്പോൾ വേഗം മാറണം എന്നാണല്ലോ എല്ലാവരുടെയും ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇവരോടിങ്ങനെ ഇത് പിടിച്ചിടുക എന്നെന്തോ പറയും. അപ്പോൾ അങ്ങനെ പിടിച്ചിടുന്ന ഒരാളുടെ അടുത്തേക്ക് പോയി അയാൾ നോക്കിയപ്പോഴാണ് പറഞ്ഞത്, നമ്മളുടെ ഡിസ്കിൻ്റെ ആ ഒരു കൊളുത്ത്, അങ്ങനെ ഒരു കൊളുത്തുണ്ട് അത്ര, അപ്പോൾ ആ കൊളുത്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആളത് പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവർക്ക് നല്ല മാറ്റമുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇതെന്താണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ, അപ്പോൾ ഈ പോയ ഡോക്ടർമാരെല്ലാം പറഞ്ഞു അത്രേ, ഇതിപ്പോൾ ഈ വീഴ്ചയുടെ ആഘാതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഈശ്വരാനുഗ്രഹം കൂടെയുണ്ട്. അപ്പോൾ ഇത് 100-ൽ-1 ഇങ്ങനെ സംഭവിക്കാറുള്ളൂ, അല്ലെങ്കിൽ എണീക്കാൻ പറ്റാതെ കിടപ്പിലാവുന്ന ഒരു അവസ്ഥയാണ് ഇത്. അപ്പോൾ ഇതൊരു അതിശയം എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ് അത്രേ പറഞ്ഞത് ഡോക്ടർമാർ. ഒരു ഡോക്ടറല്ല, 3-4 പ്രാവശ്യം പോയ ഡോക്ടർമാർ എല്ലാവരും ആയുർവേദ ആയാലും അലോപ്പതി ആയാലും ഇങ്ങനെയാണ് പറയണതെന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ചേച്ചി കാൽസ്യം കഴിക്കുന്നുണ്ട്, പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട്, ഫ്ലാക്സ് ഓയിൽ കഴിക്കുന്നുണ്ട്, പിന്നെ വേറെ അത്യാവശ്യം നമ്മളുടെ സപ്ലിമെൻറ്റ്സ് 1-2 കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലുകളുടെ ബലത്തിന് ഇത് ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ കാൽസ്യം 30 വയസ്സിന് ശേഷം എല്ലാവരും കാൽസ്യം അന്നാന്നേക്ക് വേണ്ടത് കൊടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ അത് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ എല്ലാവരും യൂസ് ചെയ്യുക. ഒരുപാട് വിലയാണെന്നൊക്കെയുള്ള അബദ്ധധാരണകളുണ്ട് ചില ആളുകൾക്ക്, പക്ഷെ അതെല്ലാം തെറ്റാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. എല്ലാവരും ആരോഗ്യം സംരക്ഷിക്കുക, ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുക, ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി മുന്നോട്ടുള്ള യാത്ര ആയിരിക്കട്ടെ. എല്ലാവർക്കും നല്ല ആരോഗ്യം, അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ.